നമസ്കാരം, ഞാൻ സായികൃഷ്ണൻ. അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് അർജുനേക്കാൾ ശക്തനായ യോദ്ധാവായിരുന്ന ഏകലവ്യൻ്റെ കഥയാണ്. കഥയിലേക്ക് കടക്കാം. നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനായിരുന്നു ഏകലവ്യൻ. ഏകലവ്യന് അസ്ത്രവിദ്യ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകലവ്യൻ രാജഗുരുവായ ദ്രോണരുടെ അടുക്കലെത്തി തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ നിഷാദനായതുകൊണ്ട് ദ്രോണർ ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. തുടർന്ന് ഏകലവ്യൻ ദ്രോണരെ വണങ്ങി പാദങ്ങളിൽ നമസ്കരിച്ച് തിരികെ പോന്നു. വനത്തിലെത്തിച്ചേർന്ന ഏകലവ്യൻ മണ്ണുകൊണ്ട് ദ്രോണരുടെ ഒരു പ്രതിമ നിർമ്മിക്കുകയും ആ പ്രതിമയെ തൻ്റെ ഗുരുവായി സങ്കല്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അസ്ത്രവിദ്യയിൽ ഏകലവ്യൻ അർജുനനേക്കാൾ സമർത്ഥനായി തീർന്നു. ഒരിക്കൽ പാണ്ഡവർ നായാട്ടിനായി വനത്തിൽ എത്തിച്ചേർന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വേട്ടനായ അലഞ്ഞു തിരിഞ്ഞ് അസ്ത്രവിദ്യ അഭ്യസിക്കുന്ന ഏകലവ്യന് സമീപം എത്തിച്ചേർന്നു. നായ കുരച്ചുകൊണ്ട് അടുത്തെത്തിയപ്പോൾ ഏകലവ്യൻ തൻ്റെ അമിതമായ കൈവഴക്കത്തോടെ വേഗതയിൽ 7 അസ്ത്രങ്ങൾ നായയുടെ വായിലേക്ക് എയ്ത് കയറ്റി. നായ നിലവിളിച്ചുകൊണ്ട് പാണ്ഡവരുടെ അടുക്കലെത്തി. വളരെ സാമർത്ഥ്യത്തോടെയുള്ള അസ്ത്രപ്രയോഗം കണ്ട് പാണ്ഡവർ അത്ഭുതപ്പെട്ടു. കാട്ടിൽ വസിക്കുന്ന അസ്ത്രവിദ്യയിൽ സമർത്ഥനായ യോദ്ധാവിനെ പാണ്ഡവർ അന്വേഷിച്ച് കണ്ടെത്തി. വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഏകലവ്യൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രനും ദ്രോണാചാര്യരുടെ ശിഷ്യനുമാണ്. ഏകലവ്യൻ്റെ വാക്കുകൾ കേട്ട അർജുനന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. തന്നെ ഏറ്റവും വലിയ വില്ലാളിയാക്കുമെന്ന് ദ്രോണർ വാക്ക് നൽകിയിരുന്നതാണ്. എന്നാൽ ഇന്ന് കേവലം ഒരു നിഷാദൻ തന്നേക്കാൾ വലിയ ഒരു വില്ലാളിയായിരിക്കുന്നു. കൂടാതെ ദ്രോണരുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അസൂയാലുവായി തീർന്ന അർജുനൻ പരിഭവിച്ചുകൊണ്ട് ഇക്കാര്യം ദ്രോണരെ അറിയിച്ചു. ദ്രോണർ അർജുനനെ സമാധാനപ്പെടുത്തി. അദ്ദേഹം അർജുനനെയും കൂട്ടി ഏകലവ്യൻ്റെ അടുത്തെത്തി. തുടർന്ന് ദ്രോണർ ഏകലവ്യനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: എൻ്റെ ശിഷ്യനാണെന്ന് നീ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഗുരുദക്ഷിണ എവിടെ? എനിക്ക് ഗുരുദക്ഷിണ തരിക. എന്താണ് അങ്ങേക്ക് വേണ്ടത്? മഹാനായ ഏകലവ്യൻ ചോദിച്ചു. നിന്റെ വലത് കൈയിലെ തള്ളവിരലാണ് ഗുരുദക്ഷിണയായി എനിക്ക് വേണ്ടത്, ദ്രോണർ പറഞ്ഞു. ഏകലവ്യനെ ചതിക്കാനാണ് ദ്രോണർ ഇത് ചോദിച്ചതെങ്കിലും ഗുരുഭക്തനായ ഏകലവ്യൻ സന്തോഷത്തോടെ അത് നൽകുവാൻ തയ്യാറായി. അദ്ദേഹം തൻ്റെ വലത് കൈയിലെ തള്ളവിരൽ മുറിച്ചെടുത്ത് ദ്രോണർക്ക് നൽകി. അന്നു മുതൽ ഏകലവ്യൻ അർജുനനേക്കാൾ താഴ്ന്ന നിലയിലുള്ള വില്ലാളിയായി മാറി. അങ്ങനെ അർജുനന് തുല്യനായി മറ്റാരും ഉണ്ടാകില്ലെന്ന ദ്രോണരുടെ വാക്കുകൾ സത്യമായി. ഭഗവാൻ കൃഷ്ണൻ ഏകലവ്യനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്: ഏകലവ്യൻ സാക്ഷാൽ ഭാർഗവരാമന് തുല്യനാണ്. പെരുവിരലുള്ള ഏകലവ്യനെ തോൽപ്പിക്കാൻ ദേവദാനവർക്കോ ഗന്ധർവ കിന്നരർക്കോ രാക്ഷസർക്കോ നാഗങ്ങൾക്കോ പോലും സാധിക്കില്ല. അങ്ങനെയുള്ളവനെ മനുഷ്യർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അതുകൊണ്ടാണ് ദ്രോണരെ കൊണ്ട് അവൻ്റെ പെരുവിരൽ ദക്ഷിണയായി വാങ്ങിപ്പിച്ചത്. അർജുനന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. ഇത്രയുമാണ് അർജുനനേക്കാൾ ശക്തനായ ഏകലവ്യൻ്റെ കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.